Hi friends, welcome to Pratap G Tech. Samsung's M10s Malayalam ഒരു ഫോണാണ്. ഈ ഒരു ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു ഫോണിന്റെ അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷനാണ്. നേരെ വീഡിയോ കിടക്കാം. അതിന് മുമ്പ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരുന്നു ലൈക്ക് ചെയ്യണം. അതേപോലെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ M10sന്റെ ബോക്സ്. സാംസങ് M10s അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. റിയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചധികം ഡീറ്റെയിൽസ് കാണാം, ഹൈലൈറ്റ്സ്. അതവിടെ നിൽക്കട്ടെ, അതൊക്കെ വിശദമായിട്ട് നമ്മൾ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. നമുക്ക് നേരെ ബോക്സ് ഓപ്പൺ ചെയ്യാനുള്ള പ്രൊസീജിയർ നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കതിനകത്ത് വേറൊരു ബോക്സ് കാണുന്നുണ്ട്. നമുക്കറിയാം കേസും ഡോക്യുമെൻറ്റ്സ് ഒക്കെയാണ് പൊതുവേ അതിനകത്ത് ഉണ്ടാവാറ്. പക്ഷേ സാംസങ്ങിൻ്റെ M30s നമ്മൾ കേസ് കണ്ടില്ല. ഇവിടെയും നമുക്ക് കേസും കാര്യങ്ങളൊന്നുമില്ല, ഡോക്യുമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു ഫോണുകൾക്ക് പോകുന്നത് നമുക്ക് കേസുകൾ കിട്ടുന്നില്ല. അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ M10s. അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ഡിവൈസ് തന്നെയാണ്. എന്തായാലും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഇൻഹാൻഡ് ഒരു നല്ല ഫീൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല ഫോൺ തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് കാണാവുന്ന ഒരു നല്ല ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നല്ലൊരു ഫോണായിട്ട് ഇൻഹാൻഡ് ഫീലും സ്ട്രോങ് ആയ സ്റ്റഡി ആയ ഒരു ഫോണായിട്ട് തന്നെയാണ് നമുക്ക് കയ്യിൽ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ഡിസൈൻ. ഫോണിലേക്ക് കൂടുതലായിട്ട് വരാം. നമുക്ക് ബോക്സിനകത്ത് വേറെ കിട്ടുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ 15 വാട്ട് ഫാസ്റ്റ് ചാർജർ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സിം ഇജക്ടർ ടൂൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ടൈപ്പ് സി കേബിളും നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബോക്സിനകത്ത് പ്രധാനമായിട്ട് നമുക്ക് കിട്ടുന്ന ഐറ്റംസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫോണിലേക്ക് വരാം. ആദ്യം ഫോണിൻ്റെ ഒരു ഓവർവ്യൂ എടുക്കാം. ടോപ്പ് സൈഡിൽ നമുക്ക് നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോണാണ്. റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വോളിയം ബട്ടൺസും അതേപോലെ തന്നെ പവർ ബട്ടണും കാണാം. താഴേക്ക് വന്നാൽ 3.5mm ഹെഡ്ഫോൺ ജാക്ക്, ടൈപ്പ് സി പോർട്ട്, മെയിൻ മൈക്രോഫോൺ, സ്പീക്കർ ഗ്രിഡ്. അത്രയും കാര്യങ്ങളാണ് താഴത്തെ സൈഡിലുള്ളത്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സിം ട്രേ കാണാം. സിം ട്രേയിൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ആണെന്ന് നമുക്കറിയാം. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. യെസ്, ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്. 2 സിമ്മും മെമ്മറി കാർഡ് ഉപയോഗിക്കാം. രണ്ടും 4G തന്നെ സപ്പോർട്ട് ചെയ്യും. ഡുവൽ സ്റ്റാൻഡ് ബൈ മെമ്മറി കാർഡ് നിങ്ങൾക്ക് യഥേഷ്ടം ഉപയോഗിക്കാം. റിയർ സൈഡിലേക്ക് വന്നാൽ ഡുവൽ ക്യാമറ സെറ്റപ്പ് ആണ്. അതേപോലെ തന്നെ LED ഫ്ലാഷും ഫിംഗർ പ്രിന്റ് സെൻസറും സാംസങ് ബ്രാൻഡിങ്ങും നമുക്ക് കാണാം. ഒരു നോർമൽ പ്ലാസ്റ്റിക് ഡിസൈനാണ് റിയർ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് സൈഡിൽ നമുക്ക് 6.4 ഇഞ്ച് ഡിസ്പ്ലേ, നമുക്ക് സൂപ്പർ AMOLED ഡിസ്പ്ലേ തന്നെയാണ്, HD+ ഡിസ്പ്ലേ ആണ്. ഇനി ഇതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസ്. സാംസങ് M10s പ്രൈസ് 3GB റാം 32GB സ്റ്റോറേജിന് 8,999 രൂപയാണ്. ഡിസ്പ്ലേ 6.4 ഇഞ്ച് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്, HD+ ഡിസ്പ്ലേ ആണ്. പ്രൊസസർ Exynos 7884B 1.6 GHz ക്ലോക്ക് സ്പീഡിലാണ് വർക്ക് ചെയ്യുന്നത്. സിം സ്ലോട്ട് ട്രിപ്പിൾ സ്ലോട്ട് ആണ്. OS Android 9 ബേസ്ഡ് ആണ്. ക്യാമറ 13 മെഗാപിക്സൽ മെയിൻ ക്യാമറ, 5 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും 8 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയും വരുന്നുണ്ട്. ഫിംഗർ പ്രിന്റ് സെൻസർ റിയർ മൗണ്ടഡ് ആണ്. ബാറ്ററി 4000 mAh വിത്ത് 15 വാട്ട് ഫാസ്റ്റ് ചാർജിങ്. ചാർജർ നമ്മൾ ബോക്സിൽ കണ്ടു. ഇപ്പോൾ ഫോൺ സെറ്റപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ്. നമുക്ക് ആദ്യം അതിൻ്റെ ഫിംഗർ പ്രിന്റ് സെൻസറിൻ്റെ പെർഫോമൻസ് നോക്കാം. ഓക്കെ, ഫിംഗർ പ്രിന്റ് സെൻസർ വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ ഫ്ലൂയിഡ് ആണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷേങ്കിലും ഒരു ഇത്തിരി സ്ലോ ആണ് ഫിംഗർ പ്രിന്റ് സെൻസർ. നമുക്ക് ഇവിടെ കാണാം. ടച്ച് ചെയ്യുന്ന ഉടനെ തന്നെ അത് ഓപ്പൺ ആവുന്നില്ല. ഒരു സ്വല്പം ലാഗ് നമുക്ക് ഫിംഗർ പ്രിന്റ് സെൻസറിൻ്റെ പെർഫോമൻസിൽ വരുന്നുണ്ട്. പിന്നെ വൈബ്രേഷൻ ഫീഡ്ബാക്ക് ഇല്ലാത്തതും ഒരു ചെറിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും വലിയ പ്രശ്നം, സംഭവം വർക്ക് ചെയ്യുന്നുണ്ട്, എങ്കിലും സ്വല്പം സ്ലോ ആണ്. ഇനി ഫേസ് അൺലോക്കിൻ്റെ കാര്യം നോക്കാം. ഫേസ് അൺലോക്ക് ഇത്തിരി സ്ലോ തന്നെയാണ്, പക്ഷേ വർക്ക് ചെയ്യുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫേസ് അൺലോക്കും വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ സ്വല്പം ഫിംഗർ പ്രിന്റ് സെൻസർ പോലെ തന്നെ ഇതും ഇത്തിരി സ്ലോ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ One UI. നമ്മൾ കഴിഞ്ഞ ദിവസം M30s അൺബോക്സ് ചെയ്തപ്പോൾ കണ്ടിരുന്ന അതേ One UI തന്നെയാണ് ഇവിടെയും വരുന്നത്. വളരെ സ്മൂത്തായ UI തന്നെയാണ്. പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ആ ഒരു മേഖലയിലൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ വളരെ സ്മൂത്തായ കാര്യം. ഇനി നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ ഇൻഫർമേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ എബൌട്ട് സെക്ഷനിലേക്ക് വന്നാൽ One UI, അതേപോലെ Android 9 ബേസ്ഡ്, നോക്സ് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ആൻഡ്രോയിഡ് സെക്യൂരിറ്റി പാച്ച് ലെവൽ ഓഗസ്റ്റ് തന്നെയാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് എബൌട്ട് സെക്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റോറേജും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 32GB 20.8GB ആണ് യൂസർക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത്രയുമാണ് ഇതിൻ്റെ ഒരു കാര്യം. പിന്നെ ഇത് 3GB റാം വേരിയൻ്റ് ആണ്. ഇനി ഇതിൻ്റെ മറ്റുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, ഇതിനകത്ത് ബ്ലൂടൂത്ത് വയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ജസ്റ്റ് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ ആവശ്യമില്ലാത്ത സംഭവങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യാം. സാംസങ്ങിൻ്റെ തന്നെ ആപ്ലിക്കേഷൻ ഉണ്ട്, അത് നമുക്ക് കുറേയൊക്കെ ഡിസേബിൾ ചെയ്യാനും ഇതുപോലെ ഡിസേബിൾ ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ ആവശ്യമില്ലാത്തത് അൺഇൻസ്റ്റാൾ ചെയ്യാം, ഡിസേബിൾ ചെയ്യാം. അങ്ങനെ കുറേ ബ്ലൂടൂത്ത് വയേഴ്സിൻ്റെ ശല്യം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അടുത്തായിട്ട് നമ്മളിതിൻ്റെ DRM ഇൻഫോ നോക്കിക്കഴിഞ്ഞാൽ വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആമസോൺ, നെറ്റ്ഫ്ലിക്സിൽ നിന്നൊക്കെ ഫുൾ HD വീഡിയോ സ്ട്രീം ചെയ്യാൻ സാധിക്കുന്നതാണ് പറയുന്നത്. ക്യാമറ ടു API ലിമിറ്റഡ് ആണ്. അപ്പോൾ നമുക്കതൊന്നും എനേബിൾഡ് അല്ല. അത് വേണമെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിച്ച് എനേബിൾ ചെയ്യേണ്ടി വരും. ഇവിടെ നമുക്ക് എനേബിൾഡ് അല്ല. സാർ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ 0.389 ഒരു നല്ല ഹെഡ് സാർ വാല്യൂ തന്നെയാണ് സാംസങ് ഇവിടെയും അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സാർ വാല്യൂ നോക്കുന്ന ആൾക്കാർക്ക് ഇതൊരു നല്ല ഡിവൈസ് തന്നെയായിരിക്കും.
ഇനി ക്യാമറ ഇന്റർഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ വീഡിയോ, ഫോട്ടോസ്, ലൈവ് ഫോക്കസ്, പ്രോ മോഡ്, പനോരമ, ഇത്രയും മോഡുകളാണ് നമുക്ക് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ വൈഡ് ആംഗിളിൻ്റെ ഓപ്ഷനൊക്കെ നമുക്ക് തൊട്ട് മുകളിൽ തന്നെ, ഫോട്ടോസിൻ്റെ തൊട്ട് മുകളിൽ തന്നെ കാണാം. വീഡിയോയിലും വൈഡ് ആംഗിൾ അവൈലബിൾ ആണ്. ഇനി വീഡിയോ റെസൊല്യൂഷനും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ റെസൊല്യൂഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫുൾ HD HD. നമുക്ക് ഇതിനകത്തൊന്നും 4K ഒന്നും വരില്ല. പ്രൈസ് റേഞ്ച് നമ്മൾ കൺസിഡർ ചെയ്യണം. അതുവരെ നെഗറ്റീവ് ഒന്നുമല്ല. ഫ്രണ്ട് ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി നോക്കിയാൽ അതും ഫുൾ HDയും HDയും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ക്യാമറയുടെ പ്രധാനപ്പെട്ട കുറച്ച് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെൽഫി ക്യാമറയുടെ ഒരു ക്വാളിറ്റി നോക്കി കഴിഞ്ഞാൽ ഓക്കെ, പെട്ടെന്ന് തന്നെ ഫേസ് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അതിനകത്തൊന്നും പ്രശ്നമില്ല. ലൈവ് ഫോക്കസ്, ഫോട്ടോസ്, വീഡിയോസ്, ആ ഓപ്ഷൻസ് ഒക്കെയാണ് ഉള്ളത്. നമുക്ക് എന്തായാലും നേരെ കുറച്ച് സാമ്പിളുകൾ കൂടി കാണിച്ചു തരാം. എങ്ങനെയുണ്ട് അതിൻ്റെ ഒരു ക്വാളിറ്റി എന്നുള്ള കാര്യം കൂടി ഇതോടുകൂടി തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. സെൽഫി ക്യാമറയുടെ ഇമേജുകളാണ് നിങ്ങൾ കാണുന്നത്. തിരക്കേടില്ലാത്ത നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഇമേജുകളായിട്ട് തന്നെയാണ് തോന്നുന്നത്. പ്രൈസ് റേഞ്ച് കൂടി കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ഒരു പ്രൈസിന് തിരക്കേടില്ലാത്തൊരു ക്വാളിറ്റി. ഇപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റിലൊക്കെ വരുമ്പോൾ നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഇമേജുകൾ തന്നെ സെൽഫി ക്യാമറ തരുന്നുണ്ട്. ഷാർപ്നെസ് ലെവൽ അത്ര കണ്ടങ്ങ് ഫീൽ ചെയ്യുന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു ആ പ്രൈസ് റേഞ്ച് കൺസിഡർ ചെയ്യുമ്പോൾ അക്സെപ്റ്റബിൾ ആയ നല്ലൊരു ക്വാളിറ്റി ഒക്കെ തോന്നുന്നുണ്ട്. പോർട്രേറ്റ് മോഡ് കൊടുക്കുമ്പോഴും നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ കാണാം. എന്നാലും കൂടുതൽ വിശദമായിട്ട് ക്യാമറയെ കുറിച്ച് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ക്യാമറ റിവ്യൂ തന്നെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വിശദമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലേക്ക് വരുമ്പോൾ ഈ ഒരു ക്വാളിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ സെൽഫി ക്യാമറയുടെ പെർഫോമൻസ് ആണ് നമ്മൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് മെയിൻ ക്യാമറയുടെ കാര്യത്തിലേക്ക് നോക്കാം. മെയിൻ ക്യാമറയുടെ ഒരു ഇമേജ് ക്വാളിറ്റിയാണ് കാണുന്നത്. സാച്ചുറേഷൻ നല്ലോണം കൂട്ടി തന്നെയാണ് കാണുന്നത്. എങ്കിലും ക്വാളിറ്റി നമുക്ക് അത്യാവശ്യം നല്ലൊരു ഡീറ്റെയിൽസ് ലെവലും ഷാർപ്നെസ്സും ഒക്കെ നമുക്ക് മെയിൻ ക്യാമറ തരുന്നുണ്ട്. അപ്പോൾ മെയിൻ ക്യാമറ എന്തായാലും ഡിപ്പെൻഡബിൾ ആയ നല്ലൊരു ക്യാമറ ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഗ്രീൻ പ്ലാന്റുകളുടെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലോണം സാച്ചുറേഷൻ കയറ്റിയതായിട്ട് കാണാം. പക്ഷേ ക്വാളിറ്റി നമുക്കുണ്ട് താനും. പോർട്രേറ്റ് മോഡും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴും നമുക്ക് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയും ഡൈനാമിക് റേഞ്ചും കാര്യങ്ങളൊക്കെ നോക്കിയാലും നല്ല ഒരു എഫക്റ്റ് നമുക്ക് എന്തായാലും അതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ക്യാമറ ഒരു മൊത്തത്തിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ തരക്കേടില്ലാത്ത ഇമേജ് ക്വാളിറ്റി ഡേ ലൈറ്റിലും നമുക്ക് തരുന്നുണ്ട്. സെൽഫി കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇത്രയും ഒരു ചെറിയൊരു ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന രീതിയിൽ മാത്രം എടുത്താൽ മതി ഈ ഇമേജുകളെ. നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഫോൺ നമ്മൾ വിശദമായിട്ട് അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഒരു ചെറിയ വീഡിയോ ക്വാളിറ്റി സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ അറിയാം, വളരെ ഷേക്കിയാണ് നടക്കുമ്പോഴൊക്കെ. പക്ഷേ നമുക്ക് ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു ക്വാളിറ്റി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കുക എത്രത്തോളം ഉണ്ട് ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്നുള്ളത്. ഞാൻ വിശദമായിട്ടൊന്ന് കൂടി ചെക്ക് ചെയ്തതിന് ശേഷം ക്യാമറ റിവ്യൂവിൽ കൃത്യമായിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം പറയാം. സെൽഫി ക്യാമറയുടെ ഒരു ക്വാളിറ്റി കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. സെൽഫി ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ് കാണുന്നത്. എക്സ്പോഷർ സ്വല്പം കൂടുതലായിട്ടാണ് തോന്നുന്നത്. നമ്മുടെ ഫേസിൻ്റെ തന്നെ പല ഭാഗങ്ങളും ബ്ലോൺ ഔട്ടായി പോയ ഒരു അവസ്ഥ കാണുന്നുണ്ട്. എങ്കിലും കുഴപ്പമില്ല, നമുക്കൊരു ജസ്റ്റ് ഫോൺ കൈ കിട്ടിയിട്ടുള്ളൂ. നോക്കിയിട്ട് വിശദമായ റിവ്യൂസ് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടത് ഒരു ചെറിയ അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ ആയിരുന്നു. ഒരു നല്ല സ്ട്രോങ് ആയ ബിൽറ്റ് ക്വാളിറ്റിക്കുള്ള നല്ലൊരു ഫോൺ തന്നെയാണ് നമ്മുടെ M10s. അതുപോലെ ക്യാമറയും ഓൾമോസ്റ്റ് നല്ലൊരു ക്യാമറ പെർഫോമൻസ് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ തന്നെ കൂടുതൽ വിശദമായിട്ടുള്ള ക്യാമറ പെർഫോമൻസും അതേപോലെ ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ മറ്റ് വീഡിയോകൾ അപ്ലോഡ് ചെയ്യാം. ആ വീഡിയോസൊക്കെ മുടങ്ങാതെ കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.